നമസ്കാരം. ഗാസയിലെങ്ങും ചോരപ്പുഴ മാത്രം. കഴിഞ്ഞ ദിവസം മാത്രം 106 പേരുടെ ജീവനെടുത്ത ഇസ്രയേൽ ആക്രമണം. യുദ്ധത്തിന്റെ ഏറ്റവും ക്രൂരമായ അധ്യായത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രയേൽ. കര, കടൽ, ആകാശം എല്ലാ ദിശകളിലൂടെയും ഗാസ നഗരം തകർന്നടിയുമ്പോൾ പതിനായിരങ്ങൾ ഭയത്താൽ സ്വന്തം നാട് വിട്ട് ഓടുന്നു. മനുഷ്യരാശിയുടെ കണ്ണീർ കഥയായി തീരുന്ന ഗാസയിലെ കൊടും ക്രൂരതയെ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഗാസയിൽ കരയാക്രമണത്തിന്റെ നിർണായക ഘട്ടം ആരംഭിച്ചെന്ന മുന്നറിയിപ്പോടെയാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം ആക്രമണം ആരംഭിച്ചത്. 3000-ഓളം ഹമാസ് പോരാളികൾ ഗാസ നഗരത്തിലുണ്ടെന്ന പേരിലാണ് സിവിലിയൻ പ്രദേശങ്ങളിൽ പോലും ബോംബാക്രമണം തുടർന്നത്. ആകാശത്തു നിന്നും കടലിൽ നിന്നുമാണ് തുടർച്ചയായ ആക്രമണം. നഗരത്തിൽ പലായനം ചെയ്യാൻ ശ്രമിക്കുന്ന നിരവധി പേരുടെ മൃതദേഹങ്ങൾ വഴികളിലുടനീളം ചിതറിക്കിടക്കുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഏറ്റവും തീവ്രമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടന്നതെന്നാണ് വിദഗ്ധരും വിലയിരുത്തുന്നത്. ഗാസയിൽ നടക്കുന്ന വംശഹത്യയ്ക്ക് അമേരിക്ക തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹമാസിന് ഇനി ദിവസങ്ങൾക്കകം പാഠം പഠിക്കേണ്ടി വരുമെന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചത്. ഗാസ ആക്രമണത്തിന്റെ ഫലത്തെ ഉറ്റുനോക്കുകയാണെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇതിനിടെ നെതന്യാഹുവിനെതിരെ തന്നെ ഇസ്രയേലിൽ നിന്ന് വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ജെറുസലേമിൽ ബന്ധുക്കളുടെ ബന്ധുക്കൾ വൻ റാലി സംഘടിപ്പിച്ച സർക്കാർ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചു. അതേസമയം ഗാസയിലെ ക്രൂരതകളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഗാസയിൽ വംശഹത്യ നടത്തിയതായി ഇസ്രയേലിനെതിരെയുള്ള നേരിട്ടുള്ള ആരോപണമാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അന്തർദേശീയ സമൂഹം ശക്തമായ ഇടപെടൽ നടത്തണമെന്ന ആവശ്യവും UN മുന്നോട്ട് വെച്ചു. എന്നാൽ റിപ്പോർട്ട് തള്ളുന്നതായാണ് ഇസ്രയേലിന്റെ പ്രതികരണം. ഗാസ ആക്രമണത്തിന് പിന്നാലെ യമനെയും രക്തപ്പാടുകളിലേക്ക് തള്ളുകയാണ് ഇസ്രയേൽ. ഹുദൈദ തുറമുഖം ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. മറുപടിയായി യമനിലെ ഹൂതികൾ നിരവധി ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേൽ നഗരങ്ങൾക്കു നേരെ പ്രയോഗിച്ചു. ഇങ്ങനെ ഗാസയിലും യമനിലും പൊട്ടിത്തെറിക്കുന്ന രക്തക്കളി മധ്യപൂർവേഷ്യയെ മുഴുവൻ തീപ്പൊരി പരത്തുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ലോകശക്തികൾക്കും മനുഷ്യരാശിയുടെ കണ്ണീറുകൾക്കുമിടയിൽ ഇസ്രയേലിന്റെ ക്രൂരത നിർത്താതെ തുടരുകയാണ്. ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഗാസയുടെ തെക്കൻ തീരം. ആവശ്യത്തിന് ഭക്ഷണമോ വെള്ളമോ പ്രാഥമിക സൗകര്യങ്ങളോ ഇല്ലാതെ പതിനായിരങ്ങളാണ് ടെന്റുകളിൽ കഴിയുന്നത്. ഗാസ സിറ്റിയിൽ ഇസ്രയേൽ കരയുദ്ധം തുടങ്ങിയ സാഹചര്യത്തിൽ വീണ്ടും അഭയാർത്ഥികൾ എത്തുന്നതോടെ വൻ ദുരന്തമാണ് ഗാസയെ കാത്തിരിക്കുന്നതെന്ന് സന്നദ്ധ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. ഗാസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നും ഇപ്പോൾ തന്നെ ദുരിതജീവിതം നയിക്കുന്നവർക്കിടയിലേക്ക് പോകുവാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടി ലക്ഷങ്ങൾ ഗാസ സിറ്റിയിൽ തുടരുകയാണ്. 2023 ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ കാലത്തു തന്നെ ഗാസ സിറ്റിയിലെ കെട്ടിടങ്ങൾ പലതും തകർത്തിരുന്നു. 10 ലക്ഷം ജനസംഖ്യയുള്ള സിറ്റി വിട്ട ഒട്ടേറെ പേർ സുരക്ഷിത സ്ഥലങ്ങൾ തേടിപ്പോയി. ഇടക്കാല വെടിനിർത്തലുമുണ്ടായപ്പോൾ മിക്കവരും തിരിച്ചെത്തി. ഇപ്പോൾ ഒഴിയണമെന്ന് ഇസ്രയേൽ സൈന്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗാസ സിറ്റിയിലെ 5 ലക്ഷം കുട്ടികളെ സൗകര്യങ്ങളില്ലാത്ത തെക്കൻ തീരത്തേക്ക് തള്ളിവിടുന്നത് മനുഷ്യത്വരഹിതമാണെന്നാണ് യുനിസെഫ് ചൂണ്ടിക്കാട്ടിയത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെതിരെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം പ്രഖ്യാപിച്ചേക്കാം. EU കമ്മീഷണർമാരുടെ യോഗം നടപടിക്ക് അംഗീകാരം നൽകും. ഇസ്രയേലിനെ പങ്കെടുപ്പിച്ചാൽ യൂറോപ്യൻ ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ നടത്തുന്ന യൂറോവിഷൻ ഗാനാലാപന മത്സരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് സ്പെയിൻ പ്രഖ്യാപിച്ചത്. നെതർലാൻഡ്, സ്ലോവേനിയ, അയർലാൻഡ് എന്നിവ സമാന നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. ഗാസ സിറ്റിയിലെ കരയുദ്ധത്തിനെതിരെ ഇസ്രയേൽ സൈനിക മേധാവി ഇയാൽ സാമീർ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വെളിപ്പെടുത്തലുണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരുടെ ജീവൻ അപകടത്തിലായേക്കാമെന്നും ഇസ്രയേൽ സൈനികർക്കായുള്ള മരണക്കെണിയായിരിക്കാം കാത്തിരിക്കുന്നതെന്നും ഇയാൽ സാമീർ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറിയിച്ചതായാണ് സൂചന. ഇതിനിടെ ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യയ്ക്ക് തക്കതായ മറുപടി ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിരിക്കും ലോകത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുന്ന മനുഷ്യരെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അത്തരത്തിൽ ലോകം മുഴുവൻ ഇസ്രയേൽ എതിർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസ്താവനകളുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത്. ഇസ്രയേൽ ലോകരാജ്യങ്ങളിൽ നിന്നും കടുത്ത ഒറ്റപ്പെടൽ നേരിടുകയാണെന്നും ഈ സാഹചര്യം വർഷങ്ങളോളം നീണ്ടു നിൽക്കാമെന്നുമാണ് നെതന്യാഹു ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ സാമ്പത്തികവും സൈനികവുമായ ഭാവിയെക്കുറിച്ച് നെതന്യാഹു നടത്തിയ ഈ പ്രസ്താവനകൾ ഗാസ യുദ്ധത്തിന്റെ ആഭ്യന്തരവും അന്തർദേശീയവുമായ നിലപാടുകൾക്ക് എത്രത്തോളം കോട്ടം വരുത്തിയെന്നതിന്റെ വ്യക്തമായ സൂചന നൽകുകയാണ്. ഇസ്രയേലിൽ സ്വതന്ത്ര കമ്പോളത്തിന് വേണ്ടി വാദിച്ചിരുന്ന ആളായിരുന്നു നെതന്യാഹു.
എന്നാൽ നിലവിലെ സാഹചര്യം അതിന് അനുവദിക്കുന്നില്ലെന്നും ഇപ്പോൾ രാജ്യത്തെ സാമ്പത്തിക നയം ഓട്ടർക്കി അഥവാ സ്വയം പര്യാപ്തതയിലേക്ക് മാറേണ്ടി വരുമെന്നുമാണ് നെതന്യാഹു പറയുന്നത്. ബാഹ്യ വ്യാപാരത്തെ ആശ്രയിക്കാതെ ആഭ്യന്തര ഉൽപാദനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകേണ്ടി വരുന്ന അവസ്ഥയാണിത്. പ്രത്യേകിച്ചും ആയുധ വ്യാപാര മേഖലയിൽ ഈ മാറ്റം പ്രകടമാകും. ഫ്രാൻസ്, നെതർലാൻഡ്സ്, ബ്രിട്ടൻ, സ്പെയിൻ, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഭാഗികമായോ പൂർണ്ണമായോ ആയുധ ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണം. അമേരിക്കയിൽ നിന്ന് മാത്രമാണ് ഇപ്പോഴും കാര്യമായ നിയന്ത്രണങ്ങളില്ലാതെ ആയുധങ്ങൾ ലഭിക്കുന്നത്. ഇത് ഇസ്രയേലിനെ സ്വന്തം ആയുധ വ്യവസായം വികസിപ്പിക്കുവാൻ നിർബന്ധിതമാക്കുന്നു. നെതന്യാഹുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മൾ ഏതൻസും സൂപ്പർ സ്റ്റാർട്ടയും ചേർന്നതുപോലെ ആകേണ്ടി വരും. സാമ്പത്തികമായും സാംസ്കാരികമായും ശക്തമായ ഒരു രാജ്യമായിരിക്കുമ്പോൾ തന്നെ സൈനികമായി സ്വയം പര്യാപ്തത നേടേണ്ട അവസ്ഥയാണിതെന്നാണ് നെതന്യാഹു ഇതിലൂടെ സൂചിപ്പിച്ചത്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അതിജീവനത്തിന് ഇത് അത്യാവശ്യമാണെന്നാണ് നെതന്യാഹുവിന്റെ വാദം. വർഷങ്ങളോളം ഇസ്രയേൽ സാമ്പത്തികമായി ശക്തമായ ഒരു രാജ്യമായിരുന്നു. ഇതിന്റെ ഉയർന്ന സാങ്കേതിക വിദ്യ വ്യവസായം ലോകപ്രസിദ്ധമാണ്. എന്നാൽ ഗാസ യുദ്ധം ഇസ്രയേലിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ ആഘാതമേൽപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയതും ചെലവേറിയതുമായ യുദ്ധമാണിത്. സാമ്പത്തിക ഉപരോധങ്ങളുടെ തുടക്കവും ആയുധ ഇറക്കുമതിയിലെ പ്രശ്നങ്ങളും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. ഇസ്രയേൽ നേരിടുന്ന ഈ ഒറ്റപ്പെടൽ എന്നത് കേവലം രാഷ്ട്രീയമോ നയതന്ത്രപരമോ ആയ ഒരു പ്രശ്നമല്ല, മറിച്ച് ലോകം മുഴുവൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഗാസയിലെ കുഞ്ഞുങ്ങളുടെയും മനുഷ്യരുടെയും കണ്ണുനീർ കാണുന്ന മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും മറിച്ചൊരു വിധി ആഗ്രഹിക്കുന്നില്ല. ഇസ്രയേലിന്റെ ഈ ഒറ്റപ്പെടുത്തൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സൈനിക ശേഷിയെയും ജനങ്ങളുടെ ഭാവിയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ജീവനും ജീവിതവും പാർപ്പിടവും നഷ്ടപ്പെട്ട മനുഷ്യരുടെ ദുരിതങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇസ്രയേലിന്റെ ഒറ്റപ്പെടൽ ഒന്നുമല്ല. ലോകത്തോട് ക്രൂരത മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്തിന് ലഭിക്കേണ്ട തീർത്തും അർഹമായ തിരിച്ചടി തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം കമന്റുകൾ ഉയർന്നത്. ഗാസയിലെ യുദ്ധം, പ്രത്യേകിച്ചും ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നീക്കങ്ങൾ വലിയ തോതിലുള്ള മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണമാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നത്. ലോകത്തിന്റെ സകല കോണുകളിൽ നിന്നും ഇസ്രയേൽ വംശഹത്യ നടത്തുകയാണെന്ന ആരോപണമുയർന്നു. ഇസ്രയേൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുന്നുണ്ടെങ്കിലും ആഗോളതലത്തിൽ രാജ്യത്തിന് വലിയ തോതിലുള്ള പ്രതിരോധമാണ് നേരിടേണ്ടതായി വരുന്നത്. ഇതുകൂടാതെ ആഭ്യന്തര തലത്തിലും നെതന്യാഹുവിനെതിരെ വലിയ എതിർപ്പുകളാണ് ഉയർന്നത്. ബന്ദികളുടെ കുടുംബങ്ങൾ, സൈനിക മേധാവികൾ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവരെല്ലാം തന്നെ യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നതിനെതിരെ എതിർക്കുന്നവരാണ്. പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് ഒറ്റപ്പെടൽ എന്നത് വിധിയല്ല, അത് നെതന്യാഹുവിന്റെ തെറ്റായ നയങ്ങളുടെ ഫലമാണെന്നാണ് തുറന്നടിച്ചത്. മുൻ സൈനിക മേധാവി ഗാദി ഐസർകോട്ട് ബന്ദികളെ ഉപേക്ഷിച്ചതും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തിയതും നെതന്യാഹുവും അദ്ദേഹത്തിന്റെ പങ്കാളികളുമെന്നാണ് കുറ്റപ്പെടുത്തിയത്. ബന്ദികളുടെ കുടുംബങ്ങൾ, സൈനിക മേധാവികൾ, പ്രതിപക്ഷ നേതാക്കൾ എന്നിവരെല്ലാം യുദ്ധം ഈ വ്യാപിക്കുന്നതിനെതിരെ എതിർക്കുകയാണ്. ഇസ്രയേൽ ഇപ്പോൾ കടക്കുന്നത് പശ്ചിമേഷ്യയുടെ തലവര തന്നെ മാറ്റിമറിക്കുന്ന ഒരു യുദ്ധ മുറയിലേക്കാണ് എന്നതിൽ സംശയമില്ല. എന്തായിരിക്കും ഇതിന്റെ അവസാനമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം.